ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി എടത്തല എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം ലക്ഷറി വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 6 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി കൂടാതെ ഒരു ഹോം തിയേറ്റർ റൂം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 9 കിലോമീറ്ററാണ്. കൂടാതെ കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്കും വരുന്ന ദൂരം 4 കിലോമീറ്ററാണ്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടംപററി ബോക്സി ടൈപ്പ് എലവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മുഴുവനായി വൈറ്റ് പെയിന്റ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്ലാസിക് ലുക്ക് തന്നെയാണ് ഈ വീട് കാണുന്നതിനായി. 4 മീറ്ററിലധികം വീതിയുള്ള വഴി തന്നെ ഈ വീടിന് മുന്നിലായി ഉണ്ട്. ഇന്റർലോക്ക് കട്ട വിരിക്കാനുള്ള വർക്ക് കൂടി പെൻഡിംഗ് ആണ്. ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു വലിയ SUV കാർ നമുക്ക് ഈ വീടിൻ്റെ കാർ പോർച്ചിൽ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ പാർക്കിംഗ് ഏരിയ കൂടാതെ തന്നെ അത്യാവശ്യം വിശാലമായൊരു മുറ്റം തന്നെ നമുക്ക് ഈ വീടിന് മുന്നിലായി ലഭിക്കുന്നുണ്ട്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ ഈ ഭാഗത്ത് അവൈലബിൾ ആണ്. 5 or 6 ആളുകൾക്കൊക്കെ ഒരേ സമയം ഇരിക്കാവുന്നത്ര വീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് അത് തീർത്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. ലിവിംഗ് ഏരിയയിലായി 6 സിംഗിൾ പാളികളുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വലിയൊരു കോർണർ സെറ്റ് സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. വിനീർ പാനലുകൾ ഉപയോഗിച്ചുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ എന്ന് പറയുന്നതിലുപരി ഇത് വലിയൊരു ഹോള് തന്നെയാണ്. ഡൈനിങ് ടേബിൾ സ്ഥാപിച്ചതിന് ശേഷം പിന്നെയും ഒരു സോഫ സെറ്റിയോ മറ്റോ ഇടാനുള്ള സൗകര്യം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്തായി കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. റസ്റ്റ് ഫിനിഷുള്ള ടൈലൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകി ഒരു ഫ്ലോട്ടിംഗ് ലുക്കിലാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതും. ഇനി നമുക്ക് ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി വലിയൊരു സ്റ്റോറേജ് സ്പേസും അതിനോട് കൂടെ തന്നെ ചെറിയൊരു കൗണ്ടർ ടോപ്പും കൊടുത്തുകൊണ്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കബോർഡിനായി ചൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻബിൽഡ് ഗ്യാസ് സ്റ്റവും അതിനു വേണ്ട ഒരു ചിമ്മിണിയും ബിൽഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്പോട്ടും നമുക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ ഒരു ഭിത്തി മുഴുവനായി തന്നെ സ്റ്റോറേജ് സ്പേസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. കിച്ചന് പുറമെ ചെറിയൊരു വർക്ക് ഏരിയക്കായുള്ള സ്പേസും ഇവിടെ നമുക്ക് ലഭ്യമാണ്. നമുക്കിനി വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇതൊരു ഫർണിഷ്ഡ് ബെഡ്റൂം ആക്കിയാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. കിങ് സൈസിലുള്ളൊരു കോട്ടും മാട്രസും അതിന് ബാക്ക്ഗ്രൗണ്ടായി ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള നല്ലൊരു ഹെഡ് റെസ്റ്റൊക്കെ നൽകി ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇവിടെ ബെഡ്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം വെന്റിലേഷൻ്റെ ഇരുവശങ്ങളിലായി 4 പാളികളായിട്ടുള്ള വാർഡ്രോബുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാർഡ്രോബിന് നടുവിലായി ഇവിടെ ഒരു ബേ വിൻഡോയും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ജാഗ്വാർ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം സീലിംഗ് വർക്കുകളോട് തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 1ാമത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിന് നടുവിലായി ഒരു ബേ വിൻഡോയും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ക്ലാസിക് ലുക്കിൽ ഒരു പ്ലെയിൻ സീലിംഗ് വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്ത സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ മിഡിൽ ഭാഗത്തായി നമുക്ക് നല്ലൊരു അപ്പർ ലിവിംഗ് ഏരിയയുടെ വ്യൂ തന്നെയാണ് ലഭിക്കുന്നത്. ഇതുപോലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത്. ഒരു വർക്ക് സ്പേസോ സ്റ്റഡി ഏരിയയൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ലൊരു കബോർഡ് വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായൊരു ഷാൻലിയറും അതിനോട് ഒത്തിണങ്ങുന്ന രീതിയിലുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. ഒരു ഹോം തിയേറ്റർ റൂമായി കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വുഡൻ ഫിനിഷിലുള്ള മാറ്റ് ടൈലുകളൊക്കെ നൽകി നല്ലൊരു സീലിംഗ് വർക്കൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ റൂം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഒരു ഓപ്പൺ സ്പേസ് ആക്കിയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയുടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ടെറസിലേക്കുള്ള എൻട്രൻസും വരുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. തീർച്ചയായും ഈ ബെഡ്റൂമും ഒരു ഫർണിഷ്ഡ് ബെഡ്റൂമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം പോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും ഭംഗിയിലും തന്നെയാണ് ഈ ബെഡ്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 4 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെയും നമുക്ക് കാണാനാവുന്നുണ്ട്. വാർഡ്രോബിന് നടുവിലായി ഒരു ബേ വിൻഡോ കൊടുത്ത് അവിടെ ഒരു കുഷ്യനൊക്കെ നൽകിയിരിക്കുന്നതും നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നല്ലൊരു ടൈൽ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിലെ സെക്കൻഡ് ബെഡ്റൂം പോലെ തന്നെ അത്ര തന്നെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഒരു കിങ് സൈസ് കോട്ട് നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ഒരു വാർഡ്രോബും ഒരു ബേ വിൻഡോയും ഒക്കെ ഇവിടെയും നമുക്ക് കാണാം. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. 2 പാർട്ടുകളായി തിരിച്ചിരിക്കുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ബാൽക്കണിയുടെ ഒരു ഭാഗം GI ട്യൂബിലുള്ള ഹാൻഡ് റെയിലുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലവേഷൻ ഫേസ് ചെയ്ത് വരുന്ന ഭാഗത്തായി നൽകിയിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ആണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. എല്ലാ തരത്തിലും നല്ലൊരു യൂസ്ഫുൾ ബാൽക്കണി തന്നെയാണ് ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ലക്ഷറി വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 6 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി പ്ലസ് ഹോം തിയേറ്ററായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,28,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.